ആന്ധ്രാപ്രദേശിലെത്തിയപ്പോൾ ഇവിടെ റോഡ് സൈഡിൽ ഇതാ മട്ടനൊക്കെ വെട്ടണുണ്ട് കേട്ടോ. റോഡ് സൈഡിൽ എന്തോ ബിരിയാണി റൈസ് ഒക്കെ റെഡി ആക്കുന്നുണ്ട്. നമ്മളെന്തായാലും അങ്ങോട്ട് ചെന്ന് നോക്കിയാൽ ഫുഡ് കിട്ടുമോ നോക്കാം. ഇപ്പൊ അവരവിടെ നിന്ന് തല്ലി ഓടിക്കുമോന്ന് അറിയില്ല. എന്തായാലും പോയി നോക്കാം. അവർ ഇരിക്കാനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. റെഡി ആയിക്കൊണ്ടിരിക്കണുള്ളൂ സാധനം. ഇവര് പറയണ ഒന്നും മനസ്സിലാവണല്ലോട്ടാ എനിക്ക്. కేరళ కానిలే అది మళ్ళీ గూగుల్లో కొట్టుకోండప్ప మేము తెలుగునే మాట్లాడాలి. ഓൾ ഇന്ത്യ ബൈക്ക് റൈഡ് ഇന്ന് ഞാൻ വന്നേക്കണ സ്ഥലം കണ്ട. ഇത് പെനുകുണ്ടയിലുള്ള ഒരു കിടിലൻ സ്ഥലമായിട്ട് ആന്ധ്രാപ്രദേശിലാണ്. നിങ്ങൾ ഒരു റോഡ് ട്രിപ്പൊക്കെ അടിക്കുന്നവർ തീർച്ചയായും ഈ ഒരു സ്ഥലത്ത് വന്നിരിക്കണം. അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ കിടിലൻ സ്ഥലം. ആന്ധ്രാപ്രദേശിൽ വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായിട്ട് ഈ ഒരു പെനുകുണ്ട. അങ്ങനെ ഓൾ ഇന്ത്യ ട്രിപ്പ് ആന്ധ്രാപ്രദേശിലെത്തിയപ്പോൾ ഇവിടെ റോഡ് സൈഡിൽ ഇതാ മട്ടനൊക്കെ വെട്ടണുണ്ട് കേട്ടോ. റോഡ് സൈഡിൽ എന്താ സംഭവം, മട്ടനും ചിക്കനും അതുപോലെ തന്നെ ചോറ് ബിരിയാണി റൈസ് ഒക്കെ റെഡി ആക്കുന്നുണ്ട്. നമ്മളെന്തായാലും അങ്ങോട്ട് ചെന്ന് നോക്കിയാൽ ഫുഡ് കിട്ടുമോ നോക്കാം. എന്തോ പരിപാടിയാണ്. ഇനിയിപ്പോൾ അവരവിടെ നിന്ന് തല്ലി ഓടിക്കുമോന്ന് അറിയില്ല. എന്തായാലും പോയി നോക്കാം. ഇവിടെ ആരും ഇരിക്കാനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. റെഡി ആയിക്കൊണ്ടിരിക്കണുള്ളൂ സാധനം. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. ഇവരാണ് ഇവിടുത്തെ പ്രധാന ടീമുകൾ. ഇവര് പറയണ ഒന്നും മനസ്സിലാവണല്ലോട്ടാ എനിക്ക്. ഹിന്ദി അറിയില്ല, തെലുങ്കു അറിയില്ല, കന്നഡ അറിയില്ല, എന്തൊക്കെയോ പറയുന്നുണ്ട് ഇവര്. కేరళ కానిలే అది మళ్ళీ గూగుల్లో కొట్టుకోండప్ప మేము తెలుగునే మాట్లాడాలి. అందరికీ సేట్ పడవాల. నా మనమరాలు ఫంక్షన్ సుంగలమ్మ అమ్మ దీవెనతో ఈడ పుట్టెంటుకలు తీపించినాము. అలాగే ఇప్పుడు ఒక హాఫ్ అన్ అవర్లో భోజనాలు తయారైతాయి. అందరూ భోజనం చేసుకొని మీరు సుఖంగా మీ ఒక ఇంటికి గమ్యస్థలాలు చేరుకోవాల్సిందిగా కోరుతున్నాం. అయిందా ఇక్కడ అయిందా? అది చూడు, అది ఫోటో తీసుకోండి. చూడుతా ఉంది, అందుకు లేట్ అయింది. ഇവര് പറയണത് ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു വയസ്സൊക്കെ ആകുമ്പോൾ നമ്മുടെ നാട്ടിൽ മുടി മുറിക്കുമല്ലോ, അതേപോലെ തന്നെ മുടി മുറിക്കണ പരിപാടിയാണ്. അതിൽ ഇവർ മട്ടനും ചിക്കനും ഫുഡൊക്കെ സെറ്റ് ചെയ്ത് വലിയൊരു പരിപാടിയായിട്ടാണ് അതിവിടെ നടത്തുന്നത്. ആന്ധ്രയിലൊരു സംഭവമാണ് ഇത്. ഇവർ പറഞ്ഞത് വെച്ച് മനസ്സിലായത്. എനിക്ക് അങ്ങനെ അധികം തെലുങ്കൊന്നും അറിയില്ല, എങ്കിലും ഇവർ പറഞ്ഞത് വെച്ച് എനിക്ക് മനസ്സിലായതാണ്. മുറിമുടിക്കൽ ചടങ്ങാണ് ഒരു വയസ്സാകുമ്പോഴത്തേക്കും. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ പഴനിയിലൊക്കെ കൊണ്ടുപോകണമല്ലേ, ആ ഒരു ഫംഗ്ഷനാണ് ഇവിടെ നടക്കുന്നത്. ഒരു ഫുൾ മട്ടനാണ് ഇവിടെ അറുത്തണ്ടിരിക്കണത്. ഇന്ന് മട്ടൻ കറിയും കൂട്ടി ഒരു പിടി പിടിക്കണം. ആന്ധ്ര സ്റ്റൈല് മട്ടൻ കറി. ഇനി ഇവർ ഇവിടുന്ന് ഓടിക്കുമോ ഫുഡ് തരുമോ എന്നുള്ള കാര്യമൊന്നും നമുക്കറിയില്ല കേട്ടോ. എന്തായാലും നമ്മൾ ഇന്ന് പോണില്ല. ഇന്ന് മട്ടൻ ബിരിയാണി കഴിച്ചിട്ടേ ഇന്ന് ഇവിടുന്ന് നമ്മൾ വിടണുള്ളൂ. ഇവന്മാര് നമുക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഒക്കെ യൂസ് ചെയ്യാൻ അറിയാട്ടോ. ഇവന്മാര് വന്നിട്ട് കറക്റ്റ് മലയാളത്തിൽ അവർക്ക് പറയാനുള്ള എല്ലാം നമുക്ക് പറഞ്ഞു തരും കേട്ടോ മലയാളത്തിൽ. ഓ ഇരിക്കാം. ഞാനൊന്നും നോക്കിയില്ല, നേരെ കയറി ഫുഡ് കഴിച്ചിട്ട് പോവാന്ന്. మనము స్విమ్మింగ్ పూల్ ఇంకా ఇప్పుడు పెడతాను ఇంకా రైస్ ഐസിന്റെ മണമൊക്കെ വന്നിട്ട് നല്ല കിടില മണമാണ്. അതുപോലെ തന്നെ നല്ല ചിക്കൻ കറി ഇട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മട്ടനാണ് കിട്ടുന്നത്. അതാണ് പ്രധാന സാധനം. देखो ആന്ധ്രയിലെ ഫുഡൊക്കെ അടിപൊളിയാട്ടാ.
മട്ടൻ ചിക്കനും അടിപൊളിയാണ്, മട്ടനും അടിപൊളിയാ. മട്ടൻ അച്ചാ अच्छा है, बहुत अच्छा है। ആന്ധ്ര സ്റ്റൈൽ മട്ടൻ കറി, ആന്ധ്ര സ്റ്റൈൽ आंध्र स्टाइल സൂപ്പർ സൂപ്പർ ടേസ്റ്റ്. सुपर टेस्ट। इधर पानी खाना है, इसको फंक्शन आ रहा है, फंक्शन में अच्छा से बनाया है। సార్లే మేము మాట్లాడతాం వచ్చి టీవీలోకి రాలేదు ఉతుకుతాను बगारा राइस बनाया है, ബനാറ റൈസ്, మసాలా రైస్ చెప్పు बगारा राइस ഇവർ പറയണ ഒന്നും എനിക്ക് മനസ്സിലാവണില്ല, പക്ഷെ എല്ലാം ഞാൻ കേൾക്കണുണ്ട് ഇവിടെ ഇരുന്ന്. कचम्बर। ఊటి సాపి వాతే కన్నా కూడా హడక చిరుతాయి ഇവിടെ ഈ ഒരു കുട്ടിയുടെയാണ് ഈ ഒരു മുടി മറിക്കൽ കണ്ടാവുക. കറക്റ്റ് 1 വയസ്സൊക്കെ ആകുമ്പോൾ നമ്മുടെ നാട്ടിലെ മുടി മൊട്ട അടിക്കണ, പഴനിയിലൊക്കെ പോയി മൊട്ട അടിക്കണ പോലെ ഇവരുടെ ഈ ഒരു കുട്ടിയുടെ മൊട്ട അടിച്ച് അതിൻ്റെ ഒരു ഫംഗ്ഷനാണ് ഇന്നിവിടെ ഇത് മൊത്തം നടന്നത്. അങ്ങനെ കിടിലൻ ആന്ധ്രയിലെത്തിയിട്ട് നല്ല കിടിലൻ മട്ടൻ ബിരിയാണി അല്ല, നല്ല ആന്ധ്രയിലെത്തിയിട്ട് നല്ല കിടിലൻ ചോറും മട്ടൻ കറിയും ചിക്കൻ കറിയൊക്കെ കഴിക്കാൻ പറ്റി. പെരുകുണ്ടയിൽ ഇതാ നമ്മുടെ നാട്ടിലുള്ള ഒരാളെ കണ്ടിട്ടുണ്ട്. പേരെന്താണ്? ജെറിൻ. ഇവിടെ എന്താ വർക്ക് ചെയ്യണ? അവിടെ കിയലല്ലേ? നമ്മുടെ വീഡിയോ കണ്ട ആളാട്ടോ. നമ്മളെ കണ്ടപ്പോൾ നമ്മുടെ അടുത്തേക്ക് വന്ന് നമ്മൾ അത്രയും ഫേമസ് ആയി എന്നുള്ളതാണ്. ആ ഒരു വീഡിയോ വലിയ വ്യൂസ് ഒന്നുമില്ല, എന്നിട്ട് പോലും പെരുകുണ്ടയിൽ ഇരിക്കുന്ന ആൾ വരെ കണ്ടിട്ടാ എൻ്റെ ആ ഒരു വീഡിയോ. ഇവിടെ എത്ര ആളായി പെരുകുണ്ട? 6 വർഷം. പെരുകുണ്ടയിൽ വന്നവർക്ക് എന്തൊക്കെ ശരിക്കും ഇവിടെ കാണാനുള്ളത്? ഇവിടെ പെൺകൊണ്ട ഫോർട്ട് ഒരെണ്ണമുണ്ട്, പിന്നെ അനന്തപൂർ സൈഡ് പോവാണെങ്കിൽ നമുക്ക് ബുദ്ധി ഫോർട്ട് ഉണ്ട്, പിന്നെ ഇനി മുന്നോട്ട് നമ്മള് ഹിന്ദുപൂർ സൈഡ് പോവാണെങ്കിൽ ലേപ്പാശ്ശേരി ടെമ്പിൾ ഉണ്ട്. പിന്നെ ഇവിടെ ഫുഡ് എന്തൊക്കെയാ നല്ലത്? ഫുഡ് ഇവിടെ SK റെസ്റ്റോറന്റ് ഒരെണ്ണമുണ്ട്, അവിടെ ബിരിയാണി മാത്രമേ. ബിരിയാണി മാത്രം നല്ലതാ. പിന്നെ റൂമും കാര്യങ്ങളൊക്കെ ഇവിടെ ഏത് സൈഡാ കൂടുതലും കിട്ടുക? റൂം പെരുകുണ്ടയിൽ കുറവാ. അനന്തപൂർ സൈഡ് പോവാണെങ്കിൽ അവിടെ ഇവിടെ ഒട്ടുമില്ല റൂംസ്. ഇവിടെ റൂംസ് കുറവാണ്. ഇവിടെ ചെറിയ ടൗൺ അല്ലേ, അങ്ങനെ ആരും വരത്തില്ല, ഇവിടെ സ്റ്റേ അടിക്കാൻ കുറവാണ്. അങ്ങനെ നമ്മളിപ്പോൾ കണ്ട ജെറിൻ എൻ്റെ കൂടെ ജോയിൻ ആയി. കിടിലിനൊരു സ്ഥലമുണ്ട് ഇവിടെ പെരുകുണ്ടയിലെ. കിടിലെ സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ ആ സ്ഥലത്തിലേക്ക് പോയാണ്. അവർ 2 വണ്ടിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂടെ ഇന്ന് ഫുള്ള് അവരുണ്ടാവും. ഈ ഒരു പെരുകുണ്ടയിൽ വന്നിട്ടുള്ള എനിക്ക് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാരും അടിപൊളിയാണ്, ഭക്ഷണവും കാര്യങ്ങളൊന്നും പ്രശ്നമില്ല, റോഡും കാര്യങ്ങളൊക്കെ നല്ല കിടിലിനാണ്. വെതറും കാര്യങ്ങളും നോക്കാനാണെങ്കിൽ വലിയ ചൂടും കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ചൂടും കാര്യങ്ങളൊക്കെ ഉള്ളു. എങ്കിലും റണ്ണിങ്ങിലൊക്കെ നമുക്ക് നല്ല കൂൾ വെതറാണ്. നമ്മുടെ നാട്ടിലെ പോലെ വേർത്തൊഴുകണ പോലത്തെ ഒരു ക്ലൈമറ്റ് ഇല്ല ഇവിടെ. ഇന്ന് 20 രൂപേൻ്റെ ടിക്കറ്റ് എടുത്താലേ നമുക്ക് മേളിലേക്ക് പോകാൻ പറ്റുള്ളൂ കേട്ടോ. വണ്ടിയുടെ ഹെഡിനകത്തുനിന്ന് ഒരു ചെറിയ സൗണ്ട് കേൾക്കണം കേട്ടോ. കിണിങ്ങിണി കിണിങ്ങിണി എന്ന് പറഞ്ഞ ചെറിയൊരു സൗണ്ട് കേൾക്കുന്നുണ്ട് വണ്ടാറ്. ഇത് മിക്കവാറും ഓൾ ഇന്ത്യ ട്രിപ്പിൽ പണി കിട്ടുമോ എന്നറിയില്ല.
അഥവാ എനിക്ക് ആദ്യം വണ്ടി വാങ്ങിയപ്പോൾ ഇങ്ങനെ ഒരു സൗണ്ട് ചെറുതായിട്ടുണ്ട്, പക്ഷേ ഇതിപ്പോൾ ഇച്ചിരി കൂടുതലാവുന്നു. ശ്രദ്ധിച്ച് കേട്ടാൽ മനസ്സിലാവും. ഇതെന്താണെന്നറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും ഉള്ള പോലെ നോർമലാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലോ. നല്ല രീതിയിൽ സൗണ്ട് ഉണ്ട് കേട്ടോ, കേട്ടില്ലേ? ഇതെല്ലാം അഴിച്ച് കാർബണെല്ലാം ക്ലീൻ ചെയ്ത് ടൈമിംഗ് ചെയിനെല്ലാം മാറ്റിയതാണ്. പക്ഷേ ഇത് റണ്ണിങ്ങിലെന്ന് പറഞ്ഞാൽ ഈ കയറ്റം കയറുമ്പോൾ മാത്രമേ ആ ഒരു സൗണ്ട് വരുന്നുള്ളൂ. അത് ഹെഡിനകത്തുനിന്ന് വന്ന സൗണ്ടാണ്, ചെയിൻ്റെ സൗണ്ട് അല്ല, ഹെഡിനകത്തുനിന്ന് വന്ന അടി പോലെയാണ് എനിക്കത് തോന്നുന്നത്. ಏನಾಯ್ತು? ಓಕೆ, ಹ್ಯಾಂಡಲ್ ಬೆಂಡ್ ಆಯ್ತು. ಏಯ್ ಆಫ್ ಮಾಡಿ ಆನ್ ಹಾಕು. ಹಾಂ ಓಕೆ. ആ വണ്ടിയുടെ ഹാൻഡിൽ ബെൻഡായിട്ടുണ്ട്. നമ്മുടെ ഈ ഹിമാലയയുടെ മിക്ക വണ്ടികളുടെ ഹാൻഡിൽ പെട്ടെന്ന് വീണ് കഴിഞ്ഞാൽ ബെൻഡായി പോകും. ഈ മോട്ടോ ടോർക്കിൻ്റെ ഹാൻഡിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ബെൻഡ് വന്നത് ഒഴിവാക്കാൻ പറ്റും. ഇടികൊണ്ടയിൽ വന്നിട്ട് നമ്മളിപ്പോൾ ഏകദേശം ഇവിടെ വണ്ടി വെച്ചിട്ടാ. ഇനി ഇതിൻ്റെ മേളിലേക്ക് ഒരു കിടിലൻ സ്പോട്ട് ഉണ്ട്. ട്രക്ക് ചെയ്ത് കയറി കഴിഞ്ഞാൽ ഫുള്ള് പെനുകൊണ്ട കാണാൻ പറഞ്ഞ അടിപൊളി വ്യൂ പോയിന്റ് ആണെന്നാണ് പറഞ്ഞത്. നമ്മളെന്തായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാൻ പോയേ. ആന്ധ്രയിലെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അത്രയും ചൂടില്ല. ഇവിടെ ചൂടുണ്ട്, പക്ഷേ നാട്ടിലെ പോലെ ഇവിടെ ഹ്യൂമിഡിറ്റി കുറവാണ്. നാട്ടിൽ ഭയങ്കര വേർക്കലായിരിക്കും നമ്മള്. പക്ഷെ ഇവിടെ വന്നിട്ട് എനിക്ക് അങ്ങനെ അകത്തിരുന്നാലൊക്കെ നമ്മള് സീനില്ല കേട്ടോ. ചൂട് കാറ്റടിക്കും, പക്ഷെ നമുക്ക് ആവിയാന്ന് തോന്നുന്നില്ല. സംഭവം അമ്പലം, ഇവിടെ ഒരു ചെറിയൊരു അമ്പലമുണ്ട്. ആ ബ്രോ, ഈ കാണുന്നതാണ് പെനുകൊണ്ട. ഈ കാണുന്ന ഫുള്ള് ഇത്ര ഉള്ളു പെനുകൊണ്ട എന്ന് പറഞ്ഞ ഈ ഒരു ടൗൺ അല്ലേ? ഉള്ളത് ശിവന്റെ സ്റ്റാച്ചു ആണ്. അതെവിടെ? കുറെ പോണ? നമുക്ക് അകത്തു കൂടെ കയറി പോണം, ടൗണിന്റെ അകത്തു കൂടെ. ആ, വലിയൊരു സ്റ്റാച്ചു. പിന്നെ വേറെന്താ ഉള്ള? തുള്ളപ്പള്ളി റിസർവോയർ ഉണ്ട്, പിന്നെ കിയായോ.
വിൻമിൽസ് ഓഫ് റോഡാ? ആ വിൻമിൽസ് ഓഫ് റോഡാ, എക്സ്ട്രീം ഓഫ് റോഡ് അല്ല, ഒരു ട്രെയിൽ പോലത്തെ പോകാൻ പറ്റും. നമുക്ക് അവിടെ പുറകെ കാണുന്നുണ്ടോ ആ വിൻമിൽസ്? അവിടെ അതിന്റെ അപ്പുറത്ത് ഗൊല്ലപ്പള്ളി റിസർവയർ ഉണ്ട്. അത് ഗൊല്ലപ്പള്ളി റിസർവയർ റൂട്ടിലുള്ള റൂട്ടാ. കാണണല്ലേ, അവിടെയാണ് ഓഫ് റോഡ്. നമ്മളൊരു സ്ഥലത്ത് വരുമ്പോൾ ഇതേപോലെ ഒരു ഹിൽ ഏരിയയിൽ കയറി ആ ഒരു സ്ഥലം, ഇപ്പോൾ പെനികുണ്ട എന്ന് പറയുന്ന സ്ഥലം എത്രത്തോളം ഉണ്ട്, എത്രത്തോളം വലിയൊരു ടൗണാണ്, അതിൻ്റെ ഒരു ഐഡിയ നമുക്ക് കിട്ടി. ആദ്യമായിട്ടല്ലേ ശരിക്കും ആന്ധ്രാപ്രദേശിൽ ഈ ഒരു സ്ഥലത്ത് ഞാൻ വന്നത്. അപ്പോൾ ഇപ്പോൾ ആ ടോപ്പ് ഏരിയയിൽ പോയി നിന്ന് കണ്ടപ്പോൾ ഈ ഒരു സ്ഥലം എത്രത്തോളം ഉണ്ടെന്നും എന്തോരം ആൾക്കാർ ഇവിടെ ഉണ്ടെന്നും നമുക്കൊരു ഐഡിയ കിട്ടി. ശരിക്കും ഇങ്ങനെയുള്ള ഹിൽ ഏരിയകളൊക്കെ പോയി നമ്മൾ ടോപ്പ് വ്യൂ കാണാൻ നേരം നമുക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും ശരിക്കും. നമ്മളിപ്പോൾ കയറി വന്ന കിടിലൻ റോഡ് പെനികുണ്ടയിൽ. അപ്പോൾ നിങ്ങൾ ഇവിടെ വന്നവർ ഈ ഒരു റൂട്ട് ഒരിക്കലും മിസ് ചെയ്യരുത്.